അടുത്ത ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ ഒരു ഹോളോ സ്പിയർ ആണ്. ഹോളോ സ്പിയറിൽ സെയിം കണ്ടീഷൻ, ഹീറ്റ് വിൽ ബി ഫ്ലോയിങ് റേഡിയലി ഔട്ട്വേർഡ്. ഹോളോ സ്പിയർ, ഹോളോ സിലിണ്ടർ എല്ലാം റേഡിയലി ഇന്നിൽ നിന്ന് ഔട്ടിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ വരണമെങ്കിൽ T1 > T2 ആവണം. ഉള്ളിലെ ടെമ്പറേച്ചർ > ഔട്ടറിൽ. അപ്പം റേഡിയലി ഔട്ട്വേർഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് കാണിച്ചത് ഹോളോ സ്പിയർ R1 ഇന്നർ റേഡിയസ്, R2 ഏറ്റവും ഔട്ടർ റേഡിയസ്, RB എനി ഡിസ്റ്റൻസ്, അതിലിടയുള്ള ഏതെങ്കിലും എലമെൻറ്റിൽ ഏത് ഡിസ്റ്റൻസും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഹോളോ സ്പിയറിൽ ഉണ്ടാകുന്ന തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 - R1/4πk R1 R2. അത് യഥാർത്ഥത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1/4πk × 1/R1 - 1/R2 ആണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തെർമൽ റെസിസ്റ്റൻസ് ഫോർ ത്രൂ എ ഹോളോ സ്പിയർ ഈക്വൽ ടു എന്താണ് R2 - R1. ഫൈനൽ ഡിസ്റ്റൻസ് ഏതാണോ ഫൈനൽ ഡിസ്റ്റൻസ്, ഔട്ടർ തന്നെ ആവണമെന്നില്ല, എനി ഡിസ്റ്റൻസ് ആയാലും ഇവിടെ ഔട്ടർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് R2 - R1/4πk R1 R2 എന്ന് വരുന്നത്. താഴെ കാണിച്ചിരിക്കുന്നതിൻ്റെ സ്കിമാറ്റിക് തെർമൽ റെപ്രസെൻറ്റേഷനാണ്. T1 ആദ്യത്തെ ടെമ്പറേച്ചർ, ഉള്ളിലെ ടെമ്പറേച്ചർ, T2 ഔട്ടറിൽ Q ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഫൈനൽ Qൻ്റെ ഇക്വേഷൻ അത് മാത്രം പഠിച്ചാൽ മതി. Q = T1 - T2. T1 > T2 ആണ്. T1 - T2 ബൈ റെസിസ്റ്റൻസ് ∆T/R തെർമൽ റെസിസ്റ്റൻസ് കോമൺ ഫോം തന്നെയാണ്. ∆T/R തെർമൽ റെസിസ്റ്റൻസ് T1 - T2 ബിക്കോസ് T1 > T2 ആണ്. T1 - T2 ബൈ റെസിസ്റ്റൻസ് നമുക്കറിയാം ഇപ്പം R2 - R1/4πk R1 R2. ഇതാണ് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ ഹോളോ സ്പിയർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ കോമ്പോസിറ്റ് സ്പിയർ ആണ്. കോമ്പോസിറ്റ് സ്പിയർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, ഒന്നുമില്ല, എല്ലാ സിലിണ്ടർ തൊട്ട് സ്പിയർ വരെ എല്ലാത്തിനും സെയിം കേസാണ് കൺസിഡർ ചെയ്യുന്ന. ഇൻഡിവിജ്വലായിട്ട് എടുക്കുക ∆T/R തെർമൽ, അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ σR. സെയിം കണക്കാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഒരു കോമ്പോസിറ്റ് സ്പിയർ ആകുമ്പോഴേ കോമ്പോസിറ്റ് സ്പിയേഴ്സ് ആയിരിക്കും നമ്മൾ ഹീറ്റ് ഫ്ലോ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റീം പൈപ്പ് ഒരിക്കലും സിംഗിൾ ലെയർ ആയിരിക്കത്തില്ല. അവിടെ ഒരുപാട് ലെയേഴ്സ് ഓഫ് ഇൻസുലേഷൻ കാണും. അതിൻ്റെ ആക്ച്വൽ ഔട്ടർ സ്കിന്നിലൂടെ 2 ലെയർ ഇൻസുലേഷൻസ് കാണും. അപ്പോൾ അങ്ങനെ വരുന്ന കേസസ് ആയിരിക്കും കോമ്പോസിറ്റ് സ്പിയേഴ്സ്. അപ്പോൾ സിലിണ്ടർ കണക്ക് തന്നെ ഒരുപാട് ലെയർ ഉള്ളപ്പോൾ ഉള്ളിൽ ഒരു ഹോട്ട് ഫ്ലൂയിഡ്, ഏറ്റവും പുറത്ത് കോൾഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അകത്തൊരു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഹോട്ട് ഫ്ലൂയിഡ് സർഫസ് ഇൻട്രാക്ഷൻ വരുമ്പോൾ കൺവെക്ഷൻ വരും. പിന്നെ റിമൈനിങ് ലെയർ ടു ലെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ സാധാ സിലിണ്ടർ കണക്കാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? സിലിണ്ടറിൻ്റെ ആ ഒരു ഇത് കണക്കല്ലേ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ സ്പിയർ വരുന്നത്. അപ്പോൾ ആ ലെയർ ടു ലെയർ ഇൻട്രാക്ഷൻ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സിലിണ്ടർ തന്നെ ആയിരിക്കും, സെയിം ഫോർമുല തന്നെ. പിന്നെ ഏറ്റവും അങ്ങനെ വന്ന് ലാസ്റ്റ് ഔട്ടറിൽ കോൾഡ് ഫ്ലൂയിഡും സർഫസും സെയിം, പിന്നെയും കൺവെക്ഷൻ വരും. ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡ് സർഫസ് കൺവെക്ഷൻ, ഓക്കെ, HA ∆T. അവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് HF വന്നു. അവിടെ എന്തുകൊണ്ട് സ്പിയർ ആയതുകൊണ്ടാണ് 4πr², 4πr1². അവിടുത്തെ ടെമ്പറേച്ചർ T1. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡ് -T1. സിമിലർലി അടുത്തതെന്ന് പറഞ്ഞാൽ ലെയർ ടു ലെയർ ആണ്. അവിടെ സിലിണ്ടറിന് കണക്ക് നമുക്ക് എടുക്കുന്നതെന്ന് അറിയാം. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ 4πk നമ്മൾ പഠിച്ചായിരുന്നല്ലോ. R1 - R2 R1 R2 സെയിം കേസ് അവിടെ വന്നു. അടുത്തത് ഒരു ലെയർ ടു ലെയർ ആണ്. T1 to T2 ലെയർ ടു ലെയർ ആൻഡ് T2 to T3 ലെയർ ടു ലെയർ. ലാസ്റ്റ് എന്താണ് T3 to കോൾഡ് ഫ്ലൂയിഡ് കൺവെക്ഷൻ വരുന്നു. അപ്പോൾ അവിടെ HA ∆T സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം തൊട്ട് പഠിച്ച കണക്ക് തന്നെ Q ഇൻ ഈച്ച് ലെയർ വിൽ ബി സെയിം. ഓരോ ലെയറിലുണ്ടാകുന്ന Q സെയിം, അതുകൊണ്ടാണ് Q അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഫൈനൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൈനൽ ഫോർമുല. സെയിം കേസ് തന്നെയാണ്. 4π താഴത്തെയാണ്, എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ്, മേളിൽ കൊണ്ടുവന്നതാണ്. അല്ലാതെ നോക്കുമ്പോഴേക്കും നമ്മളെപ്പോഴും ഒരുപാട് ലെയേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ എടുക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും ഇന്നറിലെയും ഏറ്റവും ഔട്ടറിലെയും ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വാല്യൂ, ഏറ്റവും കുറഞ്ഞ വാല്യൂ. ഹോട്ട് ഫ്ലൂയിഡ് ഉള്ളിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ആയിരിക്കും ഹയർ ടെമ്പറേച്ചർ. കോൾഡ് ഫ്ലൂയിഡ് ഏറ്റവും ഔട്ടർ ലെയർ, അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ, അവിടെ ആയിരിക്കും ഏറ്റവും ലോ ടെമ്പറേച്ചർ. അപ്പോൾ എപ്പോഴും ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അതെടുക്കാൻ സെയിം കണക്ക് തന്നെ. പിന്നെ താഴെ ഇൻഡിവിജ്വൽ ലെയേഴ്സിൻ്റെ റെസിസ്റ്റൻസ് സമ്മ്. ഫസ്റ്റ് നമുക്കറിയാം എന്താണ് 1/4π എന്താണ് 1/4π R1 × HA അല്ലെങ്കിൽ 1/HA അല്ലേ? കൺവെക്ഷൻ നമുക്കറിയാം. താഴെ റെസിസ്റ്റൻസ് മാത്രം എടുക്കുമ്പോഴേക്കും കൺവെക്ഷൻ 1/HA. ബാക്കിയുള്ളതിന് എന്താണ് സ്പിയറിൻ്റെ ആകുമ്പോൾ R2 - R1. സിമിലർലി പിന്നെയും കൺവെക്ഷൻ വരുന്നു. ഒക്കെ സെയിം കേസ് തന്നെ ചെയ്താൽ മതി.